എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എന്തേ നിങ്ങക്ക്? ഞാനൊരു ഭാഗ്യവാനാണ്. അന്നെ പോലത്തെ ഒരു മുതലിനല്ലേ നമുക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. ഞമ്മക്കും വല്ലാത്ത ഭാഗ്യം തന്നെയാണ് ഗഫൂർക്ക. അല്ലാണ്ട് ഈ സൈസ് ഐറ്റത്തിന് ഞമ്മക്ക് പുയ്യാപ്പിളായിട്ട് കിട്ടുവോ? നാളെ അന്നെ പറഞ്ഞാലല്ലേ സൂറാബി? നാളെ പെരുന്നാളാണെന്നോ? അല്ലേ എവളെ നീ മാസം കണ്ടത്? പെരുന്നാളല്ലടി മുത്തേ, പിറന്നാള്. എന്റെ ഹാപ്പി ബർത്ത്ഡേ. ഓന്റെ ഗഫൂർക്ക, ഇങ്ങക്ക് വല്ലാത്തൊരു ഓർമ്മ ശക്തി തന്നെ. സമ്മതിച്ചു ഞമ്മള്. എന്റെ കാര്യല്ലാണ്ട് പിന്നെ ആരെ കാര്യം ഈ ഗഫൂർക്ക ഓർക്കുക? ഓ, അടുത്ത ജന്മത്തിലും ഞമ്മക്ക് ഇങ്ങളെ തന്നെ പുയ്യാപ്പിളായിട്ട് കിട്ടിയാ മതിയേനു. അപ്പോ അനക്ക് നമ്മൾ അത്രക്ക് ഇഷ്ടാണ്. ഇഷ്ടൊക്കെയാണ്, പിന്നെ അത് മാത്രമൊന്നും അല്ല. ഒരു 10-25 കൊല്ലം കൊണ്ടല്ലേ നമ്മൾ നിങ്ങളെ ട്രെയിൻ ചെയ്ത് പരുവത്തിലാക്കി എടുത്തത്. ഇനി പുതിയൊരാളെ ട്രെയിൻ ചെയ്ത് എടുക്കാന്ന് വെച്ചാ ഇന്നെ കൊണ്ട് കയ്യൂല ഗഫൂർക്ക. മുത്തേ, ഇത് പറ, എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് സമ്മാനാണ് എനിക്ക് തരേണ്ടത്? വള വേണോ, മാല വേണോ? പറ, എന്താ എന്റെ മുത്തിന് വേണ്ടിയത്? ഒന്നും വേണ്ട ഗഫൂർക്ക. അങ്ങനെ പറയല്ല കരളെ, എന്തെങ്കിലും ഒന്ന് പറയും നമ്മള് സന്തോഷത്തിന്. ഞമ്മക്കൊന്നും വേണ്ട ഗഫൂർക്ക. എവള് ഇത്ര നന്നായി പോയോ? എന്നാലും പാടില്ല, ആ കാശ് ലാഭായി. ആയിക്കോട്ടെ, സമ്മാനമൊന്നും വേണ്ട. വേറെന്താ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് പറയും, നമ്മള് സാധിച്ചു തരും. ഇങ്ങള് ജീവിതകാലം മുഴുവനും ഞമ്മളെ സ്നേഹിച്ച് ഞമ്മള് പറയുന്നതും കേട്ട് നല്ല പിയ്യാപ്പിളായി നിന്നാ മാത്രം മതി. പടച്ചോനെ, പണി കിട്ടിയോ? ഇതിലും ഭേദം സമ്മാനം കൊടുക്കുന്നത് തന്നെയായിരുന്നു. വേണ്ട, അനക്ക് നമ്മള് സമ്മാനം തന്നെ വാങ്ങിത്തരും. 1.5 പവന്റെ സ്വർണത്തിന്റെ മാല തന്നെ. ഈ എന്റെ മുത്തല്ലേ.